എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹിറ്റ്ലർ മാധവൻകുട്ടിയും പെങ്ങന്മാരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഷാനവാസിന് ഇത് കുറച്ച് നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ പുള്ളിക്കാരൻ്റെ ഗെയിം അടിപൊളിയായിട്ട് വന്നേനെ. ഇത് കുറച്ച് ലേറ്റായി പോയി എന്നാണ് പറയാനുള്ളത്. ശരിക്കും മഴവില്ലിൻ്റെ തമ്പുരാട്ടിമാരെ എടുത്ത് തോളിൽ വെച്ചതിന് പുള്ളിക്കാരന് കണക്കിന് കിട്ടിയതാണ്, ആവശ്യമാണ്. ശരിക്കും ഇത് കുറച്ച് നേരത്തെ ആയിരുന്നുവെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അയാളുടെ ഗെയിം നശിച്ചു പോവത്തില്ലായിരുന്നു. ശരിക്കും ഈ പറയുന്ന പെമ്പിള്ളാരുടെ കൂടെ കൂടി ഇവളുമാർ പറയുന്ന ഏഷണിയും കേട്ട് വല്യേട്ടൻ്റെ സ്ഥാനവും എടുത്ത് തോളിൽ വെച്ച് തൻ്റെ ഗെയിം തന്നെ നശിപ്പിച്ച് കളഞ്ഞു. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി ആകെ കുറച്ച് ദിവസങ്ങൾ, നമുക്കറിയാം 4 ആഴ്ച. ആ ഒരു 4 ആഴ്ചയ്ക്കുള്ളിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. പല മത്സരാർത്ഥികളുടെയും ഇപ്പോൾ താഴെ പോയ ഇമേജൊക്കെ നേരെ കയറി വരണമെങ്കിൽ അതിനവർ ശ്രമിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന് വെളിയിലൊരു ലോകമുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കുറച്ചൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. എന്തെങ്കിലും നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുക, വെറുതെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും അത്രയും അടിപിടി വഴക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇവരെ എങ്ങനെ വിലയിരുത്തും എന്നുകൂടി ചിന്തിക്കണം. എന്ത് തന്നെയാണെങ്കിലും ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ആദിലയുടെ ആ ഒരു സംസാരവും രീതിയിലും കണ്ടപ്പോൾ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും മോശമായിട്ട് ആ ഒരു മനുഷ്യനോട് എങ്ങനെ ഈ ഒരു പെണ്ണിന് സംസാരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ. ആദിൽ മാത്രമല്ല കേട്ടോ, നൂറയും ഈ 2 പെണ്ണുങ്ങളും ഇയാളെ വിരളും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഈ ബിഗ് ബോസ് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ബ്ലറർ ചെയ്തിട്ട് സൈഡിൽ കൊടുത്തേക്കാമേ. അതാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ശരിക്കും മനസ്സിലാവുന്നില്ല എനിക്ക്. കാരണം വല്യേട്ടൻ ചമഞ്ഞ് ഷാനവാസ് ഈ പെമ്പിള്ളേരുടെ കൂടെ എന്ന് കൂടി കഴിഞ്ഞോ അന്ന് പുള്ളിക്കാരൻ്റെ ഗെയിം കോളമായതാണ്. പ്രത്യേകിച്ചും ആദില എന്ന് പറയുന്ന വിഷം എന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൂറ വിഷമല്ലേ. നൂറയും ആദിലയും 2 കണക്ക് തന്നെയാണ്. അതാണ് ഈ മഴവിൽ സഹോദരിമാരെ എന്ന് ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞതാണ്. ഈ മഴവിൽ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന മന്ദബുദ്ധികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതാണ് ഇവളുമാരുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത്. കാര്യം കാണുന്നത് വരെ ഇങ്ങനെ കഴുതക്കാല് പിടിച്ച് നിൽക്കും, പിന്നീട് ചതിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ചതിക്കുക തന്നെ ചെയ്യും. അതാണ് ഇവരുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത്. അനുമോൾ ഇപ്പം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. നല്ല രീതിയിൽ വന്നൊരു ഗെയിമായിരുന്നു, അനുമോൾ തല്ലി തകർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഷാനവാസ് ഇനിയെങ്കിലും വല്യേട്ടൻ കളിയൊക്കെ നിർത്തി ഈ പെമ്പിള്ളാരെ പിന്നാലെ പോവാതെ മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് കപ്പെടുക്കാനൊക്കെ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ്. ശരിക്കും ഷാനവാസ്, അനുമോൾ, അതുപോലെ അനീഷ്, ഇവർ 3 പേരും കട്ടയ്ക്ക് നിൽക്കുന്ന മത്സരാർത്ഥി തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഷാനവാസും അതുപോലെ അനീഷും ഇവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കും. പക്ഷേ എന്ത് ചെയ്യാനൊക്കും, ഷാനവാസിൻ്റെ കാര്യത്തിൽ വല്യേട്ടൻ ചമയാൻ പോയതാണ് ഇതിനെല്ലാത്തിനും കാരണം. എന്തായാലും ആദിലയുടെ ആ ഒരു സംസാരമൊക്കെ കണ്ടപ്പോൾ വിരളൊക്കെ ചൂണ്ടിക്കൊണ്ട് താൻ ആരോടോ താൻ എന്തുവാടോ നാണോ ഇല്ലല്ലോടോ കുണുങ്ങി വരാനായിട്ട് ഷോമനിസം കാണിച്ചെന്നോ. എൻ്റെ പൊന്നെ, എന്തൊക്കെയാണ് ഈ ഒരു പെങ്കൊച്ച് പറയുന്നത്. ശരിക്കും അറപ്പ് തോന്നി എന്ന് അനുമോള് പറഞ്ഞല്ലോ. നെവിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അറപ്പ് തോന്നിയെന്ന്. ശരിക്കും എനിക്ക് ആദിലയുടെ സംസാരം കേട്ടപ്പോഴാണ് അറപ്പ് തോന്നിയത്. വല്ലാത്ത ജാതി. എന്തായാലും ഇതേക്കുറിച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.